പ്രളയ സമയത്താണെങ്കിലും കോവിഡിൻ്റെ സമയത്താണെങ്കിലും ഈ ചൂരൽമല ഇൻസിഡൻറ്റിലാണെങ്കിലും മനുഷ്യരെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ആ ഇരകളുടെ ഒപ്പം വിറ്റ്നസിനൊപ്പം നിൽക്കുന്ന കാഴ്ച അത് എനിക്ക് തോന്നുന്നത് ലോകത്ത് എവിടെയെങ്കിലും കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ മലയാളികളുടെ മാത്രം യൂണിക്കായിട്ടുള്ളൊരു സ്വഭാവമാണ്. പക്ഷെ അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികൾ നമുക്കിടയിൽ തന്നെയുണ്ട്. അവർക്കെതിരെ കരുതിയിരിക്കാനുള്ള സന്ദേശമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഭരണകൂടത്തിൻ്റെ ഡെലിവറി ശരിയാവാത്തതുകൊണ്ടാണ് ചാരിറ്റി ആവശ്യമായിരുന്നത്. യഥാർത്ഥത്തിൽ ഭരണകൂടം ചെയ്യേണ്ട പണി മറ്റ് ചില സംഘടനകൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം അത് പൊളിറ്റിക്കൽ പാർട്ടി എന്നതിനുപരി ഒരു ചാരിറ്റി സംഘടനയാണെന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ശക്തിയും ദൗർബല്യവും അത് തന്നെയാണ് എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പല ആളുകളും ഈ മുസ്ലിം ലീഗിലേക്ക് അണിചേരാൻ പോലും കാരണമാവുന്നത് അവരുടെ ഈ KMCCയുടെ നെറ്റ്വർക്ക് കണ്ട് ലീഗിൽ ചേർന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാർ നേതാക്കളായ ആൾക്കാരുണ്ട്. അത് KMCCയുടെ നെറ്റ്വർക്ക് കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ട് എന്നാൽ ലീഗിൽ ചേർന്ന് കളയാൻ തീരുമാനിച്ച ആളുകളുണ്ട്. അപ്പോൾ അത് ഒരേ സമയം അവരുടെ ശക്തിയും ദൗർബല്യമാണ്. ഇത് എങ്ങനെയാണ് ശക്തിയാവുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ ലീഗിൻ്റെ ഡെലിവറി, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഡെലിവറിയെക്കുറിച്ചുള്ള സംശയമുള്ളവർക്ക് ഇങ്ങോട്ട് തിരിയുമ്പോൾ ചാരിറ്റി കാണുകയാണ്. അപ്പോൾ ഇത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാർട്ടി അണികൾക്ക് പോലും ചെയ്യാൻ പറ്റില്ല. പാർട്ടി നേതൃത്വത്തെ അമിതമായി കുറ്റപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല, ചെയ്യുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരേ സമയം അത് അവരുടെ ശക്തിയുമാണ്, ഒരേ സമയം ദൗർബല്യവുമാണ്. മറ്റൊരു കാര്യം സർക്കാരിനെ സംബന്ധിച്ചാണ്. സർക്കാരിന് എന്തുകൊണ്ട് ഇപ്പോൾ സർക്കാരിനേക്കാൾ മുമ്പ് ലീഗ് കൊടുത്തല്ലോ എന്ന് പറയും. സർക്കാർ എന്ത് ചെയ്യണമായിരുന്നു? സർക്കാരിനെ മുകളിൽ നിൽക്കുന്നവരെന്ത് ചെയ്തു? കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? ഇവിടുന്ന് ഒരു കേന്ദ്രമന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു, വലിയ ഷോ കാണിച്ചിട്ട് പോയി. എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. ബില്ല് അയച്ചു കൊടുക്കുകയും കൊടുത്ത കാശ് തിരിച്ചു വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്ര ഭരണകൂടത്തിലാണ് നമ്മൾ സർവേ ചെയ്യുന്നത്. നമ്മൾ മുണ്ടക്കയെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ജനത എന്ന അർത്ഥത്തിൽ നമ്മൾ എത്രമാത്രം യൂണിക്കാണ്. നമുക്ക് നമ്മളെപ്പറ്റി തന്നെ അഭിമാനം തോന്നേണ്ട ഒരു നിമിഷമാണ്. വേറെ ഒരു സംസ്ഥാനത്തും കാണാൻ കഴിയാത്ത, ലോകത്ത് ഏതെങ്കിലും ഭാഗത്ത് കാണാൻ കഴിയാത്ത ഒരു തരം ഐക്യം, ഒരുതരം ഐക്യദാർഢ്യം ഇത്തരം സന്ദർഭങ്ങളുണ്ടാകും. നമ്മൾ പ്രളയ സമയത്താണെങ്കിലും കോവിഡിൻ്റെ സമയത്താണെങ്കിലും ഈ ചൂരൽമല ഇൻസിഡൻറ്റിലാണെങ്കിലും മനുഷ്യരെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ആ ഇരകളുടെ ഒപ്പം വിറ്റ്നസിനൊപ്പം നിൽക്കുന്ന കാഴ്ച അത് എനിക്ക് തോന്നുന്നത് ലോകത്ത് എവിടെയെങ്കിലും കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ മലയാളികളുടെ മാത്രം യൂണിക്കായിട്ടുള്ളൊരു സ്വഭാവമാണ്. പക്ഷെ അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികൾ നമുക്കിടയിൽ തന്നെയുണ്ട്. അവർക്കെതിരെ കരുതിയിരിക്കാനുള്ള സന്ദേശമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത്.